ന്യൂ ബോൺസിൻ്റെ വാഷബിൾ റൗണ്ട് പില്ലുവാണ് ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞുതരാം. $13 ഇഞ്ചസ് ലെങ്ത്തും 15.5 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസസാണ് ആവശ്യമുള്ളത്. അതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം കട്ട് ചെയ്യുന്ന വിധം. പിന്നെ അതിനൊരു ഇയർ പോലെ ആക്കിയിട്ട് അത് 4 ഇഞ്ചസ് ലെങ്ത്തും 5 3/4 വിഡ്ത്തും ഉള്ള 4 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോത്ത് എടുത്ത് ഫോൾഡ് ചെയ്ത് ടോപ്പിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു 4 ഇഞ്ചസ് ഇവിടുത്തെ വരെ ഒരു 4 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഫോൾഡ് ചെയ്ത സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇതതിൻ്റെ ഇവിടെ ഒരു 1 ഇഞ്ച്. ഇതിവിടുന്ന് ഈ 1 ഇഞ്ചിലേക്ക്. ഇതാണ് പില്ലോയുടെ ഷേപ്പ്. ഇതിന് ഇതിൽ കട്ട് ചെയ്യുക. ഇതാണ് ഷേപ്പ്. ഇവിടെ മിഡിൽ നിന്ന് ഒരു 3 ഇഞ്ചസും ഇങ്ങോട്ടും 2 ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് വെക്കണം. അത് അതിന് ശേഷം അതിനൊരു ചെവി പോലെ വെക്കുന്നുണ്ട്, ഒരു വെറുതെ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇയർ കട്ട് ചെയ്യാൻ ക്ലോത്ത് എടുത്ത് ഒരു കളർ ക്ലോത്ത് ആയിരിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോൾഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം ഈ ഷേപ്പിൽ ഇടുന്നൊരു ചെറിയ ഒരു പോയിൻ്റ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക്. ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇയർ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. രണ്ട് പീസ് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുക. അടിച്ച് മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പോളി ഫൈബർ ഫില്ല് ചെയ്യണം.
ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. രണ്ട് ഇതും ഇതേപോലെ തന്നെ ചെയ്യുക. ഫ്രണ്ട് പീസ് സാറ്റിൻ റിബണൊക്കെ അടിച്ചിട്ട് ഞാൻ കുറച്ച് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ന്യൂ ബോൺസിൻ്റെ പില്ലോ ആണല്ലോ, അതിനാൽ. ഇനി ചെയ്യേണ്ടത് ഈ ഫില്ല് ചെയ്ത് വെച്ച ചെവി ഇവിടെ സ്റ്റിച്ച് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് കുറച്ച് 3 ഇഞ്ചസ് വിട്ടിട്ട്, അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. രണ്ട് സൈഡും ഇതേപോലെ ചെയ്യുക. നല്ല ഭാഗങ്ങൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് വാഷബിൾ പില്ലോ ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒരു വാഷബിൾ റൗണ്ട് പില്ലോ തന്നെയാണ്. ഇത് വേറൊരു ഡിസൈനാണെന്നേ ഉള്ളൂ. ചുറ്റും ഇതേപോലെ അടിച്ചിട്ട് ഓപ്പണിങ്സിന് വെച്ച 6 ഇഞ്ചസ് വരെ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലം വരെ സ്റ്റിച്ച് ചെയ്യുക. പോളിഫൈബർ ഫില്ല് ചെയ്യേണ്ട ഓപ്പണിങ്സ് ആണ് ഇനി വിടേണ്ടത്. ഓപ്പണിങ്സ് വിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പോളിഫൈബർ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫില്ല് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇത് മറച്ചിട്ടിട്ട് ഇനി ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യുക. ഞാൻ ഇതിന് മുമ്പേ കുറേ പ്രാവശ്യം ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാത്തത്. പില്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ന്യൂ ബോൺ വാഷബിൾ റൗണ്ട് പില്ലോ റെഡിയായി. എങ്ങനെ വാഷിംഗ് മെഷീനിലും എങ്ങനെ വാഷ് ചെയ്താലും ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുകയില്ല. ന്യൂ ബോൺ ബേബിക്ക് ഒരു നല്ല ഫാൻസി ബ്യൂട്ടിഫുൾ പില്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.